ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് നരക വിവരണം. വേണോ വേണ്ടേ? നരകവർണ്ണന ശ്രീമദ് ഭാഗവതത്തിലുണ്ട്, ഗരുഡപുരാണത്തിലുണ്ട്, പത്മപുരാണത്തിലുണ്ട്. പല അനേകം ഗ്രന്ഥങ്ങളിൽ നരകത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ 24 അറകൾ അല്ലെങ്കിൽ 24 തട്ടകമുള്ളതായി പറയുന്നു. ചില പുരാണങ്ങളിൽ 28, മറ്റു ചില പുരാണങ്ങളിൽ 21. ഇങ്ങനെ നരകലോകത്തിനെ കുറിച്ച് വ്യത്യസ്തമായ വിവരണങ്ങളുണ്ട്. പക്ഷേ നരകലോകം ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നത്. മൊത്തം 14 ലോകം. ഓരോ ലോകത്തിലും ഏകദേശം കോടാനുകോടി ഗ്രഹങ്ങൾ. മൊത്തം 14 ലോകം. ഓരോ ലോകത്തും കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. മേലെ 7, താഴോട്ട് 7. ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. 7 എണ്ണം മേലെ. അത്തളം, വിത്തളം, സുതളം, തളാത്തളം, മഹാതളം, രസാതളം, പാതാളം. അങ്ങനെ 7 താഴെ. മൊത്തം 14 ലോകങ്ങൾ. ഇതിൽ ഏറ്റവും താഴെ പാതാളത്തിലാണ് നരകം, യമധർമ്മൻ്റെ സ്ഥലം. യമന് 2 മുഖമാണ്. ഒന്ന് യമരാജൻ, ഇനിയൊന്ന് ധർമ്മരാജൻ. ദേവഗണങ്ങളുടെ മധ്യയിൽ അദ്ദേഹം ധർമ്മരാജൻ. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ പാതാളത്തിൽ പോകുമ്പോൾ അദ്ദേഹം യമരാജൻ. ഒരാൾ തന്നെയാണ്, 2 വ്യത്യസ്തമായ ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ട്, ധർമ്മരാജനും യമരാജനും. ചിലപ്പം പൊതുവിൽ ആൾക്കാർ പറയും യമധർമ്മൻ എന്ന്, രണ്ടും ചേർത്ത് പറയും. അതായത് കർമ്മത്തിൻ്റെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ആരും തന്നെ ആ ഒരു വിഭാഗം തൊടത്തില്ല, കാരണം പൊള്ളും. ഞാനൊരു ഉദാഹരണം പറയാം, കർമ്മം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും കളിക്കാൻ പോകരുത്. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് നാട്ടിലുള്ളവർക്കെല്ലാം പായസം വിളമ്പി. നല്ല കാര്യം. ഒരു ബ്രാഹ്മണൻ പായസം വാങ്ങിക്കാനായി ദാനം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. ഇദ്ദേഹം പായസവും കൊടുത്തു. ആ സമയത്ത് മേലെ ഒരു കഴുകൻ പാമ്പിനെ കടിച്ചിട്ട് കൊണ്ടുപോവുക. പാമ്പ് ഭയം, മരണഭയത്തിൽ വിഷം ഛർദ്ദിച്ചു. ഒരു തുളി വിഷം ഈ പായസക്കലത്തിൽ വീണു. ബ്രാഹ്മണൻ പായസം കുടിച്ചു, മരിച്ചുപോയി. ഇപ്പോൾ യമരാജന് കൺഫ്യൂഷനായി, ഈ മരണത്തിൻ്റെ പാപം ആരെ തലയ്ക്ക് വയ്ക്കും? ഇവിടെ 4 പേരുണ്ട്. ഒന്ന് ദാനം ചെയ്ത രാജാവ്, ഇനിയൊന്ന് ദാനം സ്വീകരിച്ച ബ്രാഹ്മണൻ, കഴുക്, പാമ്പ്. ഇപ്പോൾ അവസാനം ബ്രാഹ്മണൻ മരിച്ചു. ആരാണ് കുറ്റക്കാരൻ? ഈ കുറ്റകൃത്യം ചെയ്തത് ആരാ? രാജാവാണോ? ബ്രാഹ്മണനാണോ? പാമ്പാണോ? കഴുകാണോ? ആരാ തെറ്റ് ചെയ്തത്? ഉറക്കമാണോ? ആരാണ് ഈ തെറ്റ് ചെയ്തത്? പാമ്പോ? കഴുകോ? ഒരനക്കോ ഇല്ലല്ലോ. രാജാവോ? അത് ശരി. രാജാവ് അറിഞ്ഞില്ലല്ലോ, അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് അറിയില്ലല്ലോ. ആരാ? കഴുക്. കഴുകൻ തൻ്റെ ഭക്ഷണമായ പാമ്പിനെ, അത് സ്വാഭാവികം ഇല്ലേ, പൂച്ച എലിയെ പിടിക്കും, എലി കൃമികീടങ്ങളെ പിടിക്കും, മനുഷ്യൻ പിന്നെ എല്ലാത്തിനെയും പിടിച്ച് തിന്നും. അതൊക്കെ പ്രകൃതിയിലുള്ളതാണ്. അതായത് നമുക്ക് എങ്ങനെയാണോ ആശങ്കയുണ്ടായത്
ഇതുപോലെ യമനും ഉണ്ടായി ഈ പാവം ആരെ തലയ്ക്ക് വയ്ക്കും? പാമ്പ് തൻ്റെ ഭക്ഷണം, കഴുകൻ തൻ്റെ ഭക്ഷണമായ പാമ്പിനെ പിടിച്ചോണ്ട് പോയി. പാമ്പ് മരണഭയം കൊണ്ട്, അല്ലാതെ ബ്രാഹ്മണനെ കൊല്ലണമെന്നല്ല, ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ധർമ്മരാജൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരുടെ തലയ്ക്ക് ഈ പാവം വയ്ക്കും, പാപത്തിനെ ആരുടെ തലയ്ക്ക് കെട്ടിവെക്കുമെന്ന് ആലോചിച്ചപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു അപരിചിതൻ, ഒരു വഴിപോക്കൻ ആ വഴിയെ വന്നു. അവൻ അവിടെ ഇരുന്ന ഒരു ആലിൻ്റെ ചുവട്ടിലിരുന്ന ഒരു മുത്തശ്ശി എടുത്ത് ചോദിച്ചു, രാജാവിൻ്റെ കൊട്ടാരം എങ്ങനെയാ പോവേണ്ടത്? ഉടനെ മുത്തശ്ശി പറഞ്ഞു, ആര്? വിഷം കൊടുത്ത് കൊന്നവനാണ്, നേരെ പോയാൽ മതി. ധർമ്മരാജൻ മുത്തശ്ശിയുടെ തലയ്ക്ക് അങ്ങ് എഴുതി വെച്ചു. എങ്ങനെ തൊട്ടാലും കൊള്ളും കർമ്മം. നമ്മളെല്ലാം കർമ്മഫലത്തിൻ്റെ ഫലമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ആരും തന്നെ ഇനിയൊരാളുടെ ജീവിതമായി കമ്പയർ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യരുത്. അല്ലേ? അതാ അവർക്ക് വലിയ വീടാണല്ലോ, അവർക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, ആരോഗ്യം ഉണ്ടല്ലോ, ഇവരിങ്ങനെയാണ് അവരിങ്ങനെയാണ്, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഒരിക്കലും ആരും കമ്പയർ ചെയ്യരുത്. എവിടെ നിർത്തി? നമ്മളാരും നമ്മുടെ ജീവിതത്തിനെ ഇനിയൊരാളുടെ ജീവിതമായി താരതമ്യപ്പെടുത്തരുത്. കാരണം ഓരോരുത്തരും അവരുടെ കർമ്മഫലം ഒരു സ്വന്തം പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ 700 കോടി മനുഷ്യവർഗമുണ്ട്, മനുഷ്യരാശിയുണ്ട്, 700 കോടി. പക്ഷേ ഒരാളെപ്പോലെ ഇനിയൊരാൾക്ക് ശബ്ദമില്ല. ഭഗവാന്റെ ഒരു കഴിവ് നോക്കണേ, ഒരേപോലത്തെ സൗണ്ട് ഉള്ളവരില്ല, ഒരുപോലത്തെ രൂപമുള്ളവരില്ല, ഒരുപോലെ നടക്കുന്നവർ, സംസാരിക്കുന്നവർ, ചിന്തിക്കുന്നവർ, രൂപകൽപ്പന, ഭാവന ഓരോന്നും വ്യത്യസ്തമാണ്. ഇല്ലേ? നമ്മളെപ്പോലെ എല്ലാവരും വേറെ വേറെയാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ സ്വന്തം കർമ്മഫലമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ ഇനിയൊരാളുമായി താരതമ്യപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. അതായത് ഈ പരീക്ഷയിൽ കോപ്പി അടിക്കാനേ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും വ്യത്യസ്തമായ ചോദ്യ പേപ്പറാണ്. മനസ്സിലായോ? എൻ്റെ കർമ്മം വേറെ, നിങ്ങളുടെ വേറെ, ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും വേറെയാണ്. അതുകൊണ്ട് ആരും തന്നെ അവരെ ജീവിതം ഇനിയൊരാളുടെ ജീവിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലേ? കുട്ടികളെടുത്ത് പറയും, അതാ ആ കുട്ടി കണ്ട എത്ര നന്നായിട്ട് പഠിക്കണം, നീ എന്താ? ഉടനെ അവൻ തിരിച്ചു ചോദിക്കും, അവൻ്റെ വീട്ടിൽ 2 കാറുണ്ട്, അച്ഛനൊന്നും ഇല്ലല്ലോ. ആരുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. വ്യത്യസ്തമായ കർമ്മഫലം വെച്ചാണ് ഓരോരുത്തരും ഭൂമിയിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിലെടുത്തുകൊണ്ട് പോയാൽ എല്ലാവരും വ്യത്യസ്തമായ കർമ്മഫലം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ ജീവിതം ഇനിയൊരാളുടെ ജീവിതമായി താരതമ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു തവണ സൃഷ്ടി കഴിഞ്ഞ് ഭഗവാൻ ഓരോരുത്തർക്കും അവരവരുടെ വിഭാഗം കൊടുത്തുകൊണ്ടിരിക്കുക. ലക്ഷ്മിക്ക് ധനം, സരസ്വതിക്ക് വിദ്യ, അശ്വിനി കുമാരന്മാർക്ക് മരുന്ന്, ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗമാണ്, 2 വിഭാഗം ആരും കൈവച്ചില്ല. ഒന്ന് കർമ്മം, ഇനിയൊന്ന് ഭൂതപ്രേത പിശാചുക്കളെ നിയന്ത്രിക്കുന്നത്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ആർക്കും വേണ്ട. കാരണം ഈ കർമ്മത്തിന് ഇപ്പോൾ അമ്പലത്തിൽ പൂമാല കെട്ടുന്ന സേവനം എല്ലാവരും ഏറ്റെടുക്കും. അല്ല, പാചകം ചെയ്യാൻ അറിയാവുന്നവർ ചെയ്യും, വൃത്തിയാക്കാൻ പറഞ്ഞ് അതെല്ലാം ചെയ്യും. പക്ഷേ ഇതെന്താ സേവനം? എല്ലാവരെയും പിടിച്ച് വരിയിൽ വരുത്തണം, തെറ്റിച്ചാരെയും വന്ന് അവരെ പിടിച്ച് പുറത്താക്കണം, വഴക്ക് പറയണം. ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ആ ജോലി വേണ്ട. അപ്പം എന്ത് പറ്റി? അന്ന് 2 വിഭാഗം മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഒന്ന് ഭൂതപ്രേത പിശാചുക്കളെ നിയന്ത്രിക്കുന്നത്. അതാരെങ്കിലും ഏറ്റെടുക്കോ?
ആരും ഏറ്റെടുക്കില്ല. പക്ഷേ ആ ഒരു പൊതുയോഗത്തിൽ ധ്യാനനിമഗ്നനായി മഹാദേവൻ ഇരുന്നു. ബ്രഹ്മാവ് പറഞ്ഞ് ആരും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നില്ല, മഹാദേവൻ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് മഹാദേവൻ സന്തോഷത്തോടുകൂടി ആ വിഭാഗം ഏറ്റെടുത്തു. ഏത് വിഭാഗം? ഭൂതപ്രേത പിശാചുക്കളെ നിയന്ത്രിക്കുന്ന വിഭാഗം. അന്ന് പൊതുയോഗത്തിന് അല്പം താമസിച്ചു വന്നു. ആര്? ധർമ്മരാജൻ. ധർമ്മരാജൻ എന്ന് പറഞ്ഞാൽ 12 മഹാജനങ്ങളിൽ ഒരാളാണ്. ഒരക്ഷരം പോലും ഇനി ഒരാൾ മനസ്സ് കടുപ്പിച്ച് സംസാരിക്കത്തില്ല. ശാന്തന, അത്ര സൽസ്വഭാവിയാണ്. പക്ഷെ പൊതുയോഗത്തിന് അല്പം ലേറ്റായി വന്നു. ഇവിടെ നടക്കുന്ന ചർച്ച എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. ബ്രഹ്മാവ് ചോദിച്ചു, ഒരു വിഭാഗം ബാക്കിയുണ്ട്, ഏറ്റെടുക്കാമോ? ഉടനെ അദ്ദേഹം ധർമ്മരാജൻ പറഞ്ഞു, അങ്ങ് എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്തോളാം. പിന്നെയാണ് മനസ്സിലായത് തൊട്ടാ പൊള്ളുന്ന വിഭാഗം. ഏത്? കർമ്മത്തിൻ്റെ വിഭാഗം. കാരണം എന്താണ്? മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ അന്ധതാമിശ്രം തഥൈവം രൗരവം കുംഭീഭാകം, ഇങ്ങനെ ഒരുപാട് നരകങ്ങളുണ്ട്. പലിശയ്ക്ക് കൊടുത്ത് കൊള്ള പലിശയൊക്കെ പിടിച്ച് വാങ്ങിച്ചാൽ സൂചിമുഖം, അവിടെ ഒരു വലിയ തുന്നൽ മെഷീനുണ്ട്, കൊണ്ടുപോയി വെച്ച് അങ്ങ് തച്ചെടുക്കും. മനസ്സിലായില്ലേ? കോഴി മുറുക്കനെയൊക്കെ പിടിച്ച് തിന്നാലും അന്ധതാമിശ്രം തഥൈവം, അവിടെയുള്ള അന്ധഗ്രഹങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ മറ്റു മൃഗങ്ങളെല്ലാം വലിച്ചു കീറും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വെറുതെ പേടി, അവിടെ പോയാലും എന്ത് സംഭവിക്കും, അതുകൊണ്ട് വെറുതെ ആണെന്ന് പറയും. ഇങ്ങനെ നരകലോകം നിയന്ത്രിക്കുന്ന ജോലിയാ ആർക്ക് കൊടുത്തത്? ധർമ്മരാജൻ. അപ്പൊ ധർമ്മരാജൻ പറഞ്ഞു, ഭഗവാനെ നാരായണ, ഇതെന്തു ജോലിയാ, ഞാൻ എങ്ങനെ ആൾക്കാരെ ശിക്ഷിക്കും, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ധർമ്മരാജ നീ വിഷമിക്കണ്ട. നീ, അതായത് ഇദ്ദേഹം ചോദിച്ചത്, അഥവാ എൻ്റെ കയ്യിലിരുന്ന് ഒരു തെറ്റ് പറ്റിയാലോ? ഇന്ത്യൻ പീനൽ കോഡ് IPC ഭാരത നിയമവശങ്ങളിൽ ഒരു കാര്യമുണ്ട്. അതായത് അതായത് തെറ്റ് ചെയ്തവരെ രക്ഷപ്പെട്ടാലും ശരി, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം. കുറ്റം ചെയ്തവർ രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ആര് ശിക്ഷിക്കപ്പെടരുത്? നിരപരാധികൾ. അതേപോലെ ധർമ്മരാജൻ ചോദിച്ചു, അഥവാ എൻ്റെ കയ്യിലിരുന്ന് തെറ്റ് പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, ധർമ്മരാജ ഒരിക്കലും വിഷമിക്കേണ്ട, കർമ്മത്തിൻ്റെ വിഭാഗത്തിൽ ഞാൻ പോലും ഇനി വന്ന് കൈകടത്തില്ല, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കർമ്മം, ദ ജഡ്ജ്മെന്റ്, കർമ്മത്തിൻ്റെ വിഭാഗം ആരാ നിയന്ത്രിക്കുന്നത്? ധർമ്മരാജൻ. ധർമ്മരാജന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ആരാണ്? ചിത്രഗുപ്തൻ. നിങ്ങളിൽ എത്ര പേർക്ക് മാത്സ് ഇഷ്ടമല്ല? ആർക്കും ഇഷ്ടമില്ലേ? ധർമ്മരാജൻ, ചിത്രഗുപ്തൻ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന സർവത്ര രഹസ്യവും രേഖപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? മരണം. നിങ്ങൾ എത്ര പേര് മരണം നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗ്രാമപ്രദേശങ്ങളിൽ മരണം സംഭവിക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം വീക്ഷിക്കാൻ സാധിക്കും. എന്തൊക്കെയാ? ആ പ്രദേശത്തിൽ നായ്ക്കളുണ്ടെങ്കിൽ പട്ടി അത് കുരയ്ക്കത്തില്ല, ഓരിയിടും. കണ്ടിട്ടുണ്ടോ? മരണം വരാൻ പോകുന്ന നിമിഷത്തിന് മുമ്പേ സാധാരണ വീട്ടുകളിൽ നായ്ക്കളൊക്കെ എന്ത് ചെയ്യും? കുരയ്ക്കും. പക്ഷെ അന്നത്തെ ദിവസം പട്ടി കുരയ്ക്കത്തില്ല, എല്ലാം എന്ന് ഓരിയിടും. പശു ഉണ്ടെങ്കിൽ കയറും പൊട്ടിച്ച് ഓടിപ്പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രദേശത്ത് മരങ്ങളിലുള്ള പക്ഷികളെല്ലാം എല്ലാം പറന്നു പോകും. എന്താ സംഭവിക്കുന്നത്? മരിക്കാൻ പോകുന്ന ആൾക്കും ഈ ജന്തുജീവജാലങ്ങൾക്കും യമദൂതന്മാർ വരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് പറ്റില്ല, മൃഗങ്ങൾക്ക്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അഥവാ ഒരു വീട്ടിൽ മരണം സംഭവിക്കാൻ പോകുന്ന ആ വീട്ടിൽ നായിനെ കെട്ടിവെച്ചിരുന്നാൽ അത് ബഹളം വെച്ച് ചുറ്റി. അപ്പൊ എന്ത് ചെയ്യും ആൾക്കാർ? എവിടെയെങ്കിലും അഴിച്ചു മാറ്റി. അവർക്കറിയില്ല ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആ ജീവൻ അറിയാം ആരാ വരാൻ പോണത്. കാരണം ഈ രണ്ടുപേര് അതിസുന്ദരന്മാരാണ്. ആര്? ഈ
ഈ യമദൂത് കണ്ട നിമിഷത്തിലെ ജീവൻ പോകും. ചെമ്പ് നിറത്തിൽ മുടിയും ചെമ്പ് നിറത്തിൽ കണ്ണും ഇരുട്ട മുഖം, വല്ലാത്ത രൂപമാണ് അവർ, എന്നെ പോലെ ഇരിക്കും. ആ രണ്ടുപേരെ കാണുമ്പോൾ തന്നെ ഇവരുടെ ജീവൻ അങ്ങ് പോകും. മൃഗങ്ങൾക്ക് കാണാൻ സാധിക്കും, മരിക്കാൻ പോകുന്ന ആളിനും കാണാൻ സാധിക്കും. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യും വെച്ചാൽ, നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ ആരെങ്കിലും ബന്ധുക്കളുടെ കയ്യിൽ കയറി അങ്ങ് ഇറുകെ പിടിക്കും. ചിലപ്പോൾ നഖമൊക്കെ പതിഞ്ഞു പോകും. ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? അച്ഛൻ അല്ലേ, അടുത്ത് നിന്നപ്പോൾ പിടിച്ചില്ലേ? നമ്മളെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും നഖം. എന്താണ്? ആ വ്യക്തി പേടിച്ചിരിക്കുക യമദൂതന്മാരെ കണ്ടിട്ട്. അപ്പൊ ഇവരെന്തെയും? പാശം, യമപാശം. പാശം എന്ന് വെച്ചാൽ കയർ. അതിന് ഇനിയൊരർത്ഥമുണ്ട്, ബന്ധനം. പാശം എന്ന് വെച്ചാൽ കയർ. അതായത് കുറച്ച് 50 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്പം അറ്റാച്ച്മെന്റ് കുറയ്ക്കണം. മകനും മക്കളും നമ്മളെ തിരിച്ച് ജീവിതത്തിൽ വലിക്കും. അതാണ് ഇതാണ്. എത്ര പറഞ്ഞാലും അമ്മയുടെ മരുമകൾ ഒരക്ഷരം കേൾക്കുന്നില്ല. മകൻ ഇങ്ങനെ കുറ്റവും പറഞ്ഞ് മക്കളും ചെറുമക്കളും വരും. എല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണം? ചാടി ഇറങ്ങരുത് അതിനകത്ത്. ഇറങ്ങിയാൽ പിന്നെ പൊങ്ങാൻ പറ്റൂല. എല്ലാം കേട്ടിട്ട് ഹരേ കൃഷ്ണ പൊട്ടനെ പോലെ ഇരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് അവർ വീണ്ടും വലിച്ച് പുനരഭിജനനം വീണ്ടും അതിനകത്താക്കും. അപ്പോൾ ഈ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് യമദൂതന്മാർ വരുന്നത് കാണാൻ സാധിക്കും. പാശം, കയർ കൊണ്ട് ആത്മാവിനെ ബന്ധിച്ച് വലിക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന ആള് അദ്ദേഹത്തിനെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിനെ ബന്ധിച്ച് യമദൂതന്മാർ വലിക്കുമ്പോൾ ചിലപ്പം ആ ശരീരം ഒന്ന് പൊങ്ങും. അങ്ങനെ പൊങ്ങി കട്ടിൽ തിരിച്ച് ടപേന്നടിക്കും. എന്താകും? ജീവൻ പോകും. ശരീരത്തിൽ 9 ദ്വാരമുണ്ട്. നവദ്വാരേ പുരേ ദേഹി. എല്ലാവരുടെ ശരീരത്തിലും 9 കവാടങ്ങളുണ്ട്. ഈ രാജ്യത്തിന് 9 കവാടങ്ങളാണ്. നവദ്വാരേ പുരേ ദേഹി. കണ്ണുകൾ താഴെ എല്ലാവർക്കും ഉണ്ട്. ഏത് ഇന്ദ്രിയമാണോ അമിതമായി ഭൗതിക ലോകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് വാതലാണോ നമ്മൾ ഉപയോഗിച്ചത്, ആ വാതലിൽ കൂടെ പ്രാണൻ പോകും. ആ ജഡത്തിനെ കണ്ടാൽ ഒരു ചെറിയ അല്പം ചോര എവിടെയെങ്കിലും ഉണ്ടാകും. മൂക്കിൻ്റെ അറ്റത്തോ വായിൻ്റെ അറ്റത്തോ അതിൻ്റെ അർത്ഥം ജീവൻ അതിൽ കൂടെ പോയി. ഈ 9 ദ്വാരങ്ങളിൽ കൂടെ ജീവൻ പുറത്തു പോയാൽ പുനർജന്മമുണ്ട്. മിക്കവാറും ആൾക്കാരുടെ ജീവനൊക്കെ വായിൽ കൂടെ. 90% എങ്ങനെയാ പോകുന്നത്? വായിൽ കൂടെ. അത്രയ്ക്കും വർത്തമാനം ചെയ്തിട്ടുണ്ട്. ഉള്ളതും ഇല്ലാത്തതും വന്നതും പോയതും റെസ്റ്റ് ഇല്ലാതെ. മോക്ഷപ്രാപ്തി ഉള്ളവർക്ക് ബ്രഹ്മരന്ധ്രം തലയിൽ കൂടെ. എല്ലാവരുടെ തലയിലും ഒരു ചുഴിയുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ആ സ്പോട്ട്, അതിനെയാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അത് തുറന്ന് ആത്മാവ് പുറത്തു പോയാൽ പുനർജന്മം ഇല്ല. ഇത് ഒരു പൊതുവായ, വിശദീകരിച്ച് ആഴത്തിൽ പോകുന്നില്ല, ഗരുഡ പുരാണത്തിൽ മരണത്തിനെ കുറിച്ച് പൊതുവായി പറയുന്ന കാര്യം. അപ്പോൾ ഈ പ്രാണൻ വെളിയിൽ പോയാൽ, ഇപ്പൊ ഗീതയനുസരിച്ച് നമുക്ക് 2 ശരീരം. എന്തൊക്കെയാ? നമുക്ക് 2 ശരീരമാണ് ഗീതയനുസരിച്ച്. ഏതൊക്കെയാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഇത് സ്ഥൂല ശരീരം, പഞ്ചഭൂതങ്ങൾ കൊണ്ട് ചെയ്തത്. ഇത് സ്ഥൂല ശരീരം, ഭൂമി ജലം അഗ്നി വായു ആകാശം. നമുക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ശരീരം എല്ലാവർക്കും ഉണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ സൂക്ഷ്മ ശരീരം എല്ലാവർക്കും ഉണ്ട്. അപ്പം മരണം എന്ന് വെച്ചാൽ എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് പ്രാണനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 ശരീരത്തിൽ 1 നഷ്ടപ്പെട്ടു. ഏത് നഷ്ടപ്പെട്ടു? ഏത് ശരീരം മരണമാകുമ്പോൾ നഷ്ടപ്പെടുന്നത്? സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടു. അത് നമ്മൾ ബന്ധുക്കൾക്ക് കൊടുത്തിട്ട് പോവുക. അപ്പൊ ഈ ആത്മാവ് എന്ത് ചെയ്യും? സൂക്ഷ്മ ശരീരത്തോട് പോകും. ഇപ്പൊ പാലക്കാടിൽ മരിച്ചു. പാലക്കാട് എവിടെയാ? ഭൂമിയിൽ. ഭൂമി എവിടെയാ? ഭൂമണ്ഡലത്തിൽ. ഇനി പതുക്കെ താഴെ കൊണ്ടുപോകും. കോടതി താഴെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അതളം, വിതളം, സുതളം, തളാത്തളം, റസാത്തളം, പാതാളം. കോടതി എവിടെയാ ഉള്ളത്? എവിടെ? പാതാളത്തിൽ കോടതി.
അപ്പോൾ പാപകർമ്മം അധികം ചെയ്തവർക്ക് 16 ദിവസവും പാപകർമ്മം കുറച്ച് ചെയ്തവർക്ക് 11 ദിവസവും എടുക്കും. എവിടെ പോകാൻ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാപകർമ്മം അധികം ചെയ്തവർക്ക് 16 ദിവസം, പാപകർമ്മം കുറച്ച് ചെയ്തവർക്ക് 11 ദിവസം എടുക്കും. ഈ കോടതിയിൽ പോയ ഉടനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഈ പോകുന്ന വഴിക്ക് യമദൂതന്മാർ 2 പേരും ഈ ആത്മാവിനെ അടിച്ച് കൊണ്ടുപോകും. കഴിഞ്ഞ വെള്ളിയാഴ്ച മോഷ്ടിച്ചു അല്ലേ, കഴിഞ്ഞ ബുധനാഴ്ച കള്ളം പറഞ്ഞല്ലേ, ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകും. 11 മുതൽ 16 ദിവസം എടുക്കും. ഈ സമയത്ത് എന്ത് ചെയ്യണം? മരിച്ചുപോയ ആളിൻ്റെ മക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ രാമായണം വായിക്കുക, നാമം ചൊല്ലുക, ദാനധർമ്മങ്ങൾ നടത്തുക, ഗോസേവ നടത്തുക, തുളസി പ്രദക്ഷിണം വയ്ക്കുക, എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്യണം. അപ്പോൾ ഈ 16 ദിവസം മക്കൾ പുണ്യകർമ്മം ചെയ്യുമ്പോൾ കോടതിയിൽ ആത്മാവെത്തുന്നത് 16ാമത്തെ ദിവസം. അപ്പോൾ യമധർമ്മൻ ചിത്രഗുപ്തൻ്റെ അടുത്ത് പറയും വായിക്കാൻ. അങ്ങ് വായിച്ചു തുടങ്ങും. ചിലർക്കൊക്കെ ചെറിയ പുസ്തകമായിരിക്കും, നമുക്കൊക്കെ ചിലപ്പോൾ വലിയ പുസ്തകമായിരിക്കും. എല്ലാം വായിക്കും. 1-ാം വയസ്സിൽ ഇങ്ങനെ ചെയ്തു, ചൊവ്വാഴ്ച ഇത് ചെയ്തു, ബുധനാഴ്ച അത് ചെയ്തു, ഇത് ചെയ്ത്, ഇങ്ങനെ കുറേ കാണും. കുന്നോളം പാപകർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ശരി, മരണ വീട്ടിൽ എന്ത് സംഭവിച്ചു? അതായിരിക്കും അവസാനത്തെ മൊഴി. അതായത് ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുമ്പോൾ നിയമപാലകൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ? അഥവാ നടത്തിക്കൊടുക്കാൻ സാധിക്കുന്ന ആഗ്രഹമാണെങ്കിൽ അവർ പോലീസുകാർ നടത്തിത്തരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1996-ഓ 7-ഓ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരാളെ തൂക്കിക്കൊന്നു. അപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, എനിക്ക് പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കണം. ജഡ്ജി വഴക്ക് പറഞ്ഞു, അതൊന്നും നടക്കില്ല, നീ വേറെ എന്തെങ്കിലും ചോദിക്കുക. പക്ഷേ ഈ ന്യൂസ് പ്രധാനമന്ത്രി അറിഞ്ഞ് പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഫോണിൽ കൂടെ അയാളെടുത്ത് സംസാരിച്ചു. മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ജയിൽ പുള്ളികളൊക്കെ എന്താ ചോദിക്കാന്ന് വെച്ചാൽ, കോഴി ബിരിയാണി കിട്ടുമോ? അതേ ചോദിക്കത്തുള്ളൂ. അപ്പൊ അവസാനത്തെ ആഗ്രഹം നടത്തിക്കൊടുക്കും. അപ്പോൾ യമധർമ്മൻ ചോദിക്കും, ആ മരണ വീട്ടിൽ എന്താണ് ആൾക്കാർ സംസാരിച്ചത്? അതുകൊണ്ടാ ഗരുഡ പുരാണം പറയുന്നത്, വിവാഹ ചടങ്ങിന് പോയില്ലെങ്കിലും ഏത് ചടങ്ങിന് പോണം? മരണത്തിന് പോണം. വിവാഹത്തിന് വിളിച്ചില്ല, പോയില്ല, അതൊക്കെ വേറെ കാര്യം. മരണത്തിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ലത് പറയും. മരണ വീട്ടിൽ ചെന്നിട്ട് നല്ല ഒരു വ്യക്തിയായി, നല്ല കർമ്മം ചെയ്തു, നല്ല ഒരു പുണ്യമായ ജീവിതം ജീവിച്ചു എന്ന് 3 വാക്ക് പറഞ്ഞിട്ട് വരണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് ഒരു 3 പ്രാവശ്യം ദൈവത്തിൻ്റെ നാമം. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ മരണം സംഭവിച്ചാൽ രാം നാം സത്യ ഹേ, രാം നാം സത്യ ഹേ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ചെന്നിട്ട് നാശം പോയി കിട്ടി അങ്ങനൊന്നും പറയരുത്. ആ മുത്തശ്ശിയുടെ തലയ്ക്ക് എഴുതി വെച്ചതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ തലയ്ക്ക് എഴുതി വെക്കും. അതുകൊണ്ട് മരണ വീട്ടിൽ ചെന്ന് സൽക്കർമ്മം, നല്ല വാക്കുകൾ പറയുന്നത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആരെങ്കിലും പരിചയക്കാരങ്ങനെയൊക്കെ മരിച്ചു എന്ന് അറിഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ ചെന്നിട്ട് നാമവും ചൊല്ലിക്കൊണ്ടുവരും. അത് നമുക്കും നല്ലത്, ആ പിരിഞ്ഞുപോയ ആത്മാവിന് നല്ലത്, ആ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ചിത്രഗുപ്തൻ പറയും, 12 പേര് വന്നിരുന്നു മരണ വീട്ടിൽ, അതിൽ 9 പേര് നന്നായി ശരി. അപ്പോൾ ആ അവസാനത്തെ വാക്കിനെ യമധർമ്മൻ എടുത്തിട്ട് ഈ ജീവാത്മാവിന് എത്ര പുണ്യം കൊടുക്കാൻ പറ്റുമോ കഴിവതും പുണ്യം കൊടുക്കാൻ ശ്രമിക്കും. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മറന്നെങ്കിൽ അമ്പലനടയിൽ കയറിയിട്ടുണ്ടോ? ഭാഗവതം തൊട്ടിട്ടുണ്ടോ? ഗീത വായിച്ചിട്ടുണ്ടോ? ബ്രാഹ്മണർക്കെല്ലാം ദാനധർമ്മം ചെയ്തോ? നാമം ജപിച്ചോ? പശുവിന് വല്ല പുല്ല് പറിച്ചിട്ടോ? തുളസിയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചിത്രഗുപ്തൻ ആരാഞ്ഞു നോക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നാൽ അതിൽ പിടിച്ച് അവന് പുണ്യം കൊടുക്കാം. കലിയുഗത്തിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവും, അമ്പല പരിസരത്ത് പോയിട്ടുണ്ടാവും, നാമം ചൊല്ലിയിട്ടുണ്ടാകും, നാമം ചൊല്ലുന്നവരെ പരിഹസിച്ചിട്ടുണ്ടാകും.
അപ്പൊ എന്ത് ചെയ്യും? യമൻ വിചാരിച്ചാൽ പോലും കാരുണ്യം കൊടുക്കാൻ പറ്റില്ല, നരകത്തിൽ തള്ളാൻ പറയും. നരകത്തിനകത്ത് കയറുമ്പോൾ മൂന്നാമത്തെ ശരീരം കിട്ടും. മൊത്തം എത്ര ശരീരം ആദ്യം കിട്ടിയത്? 2. ഏതൊക്കെയാ? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. മരണമാകുമ്പോൾ ഏത് ശരീരം നമ്മൾ ഉപേക്ഷിക്കും? സ്ഥൂല ശരീരം ഉപേക്ഷിക്കും. സൂക്ഷ്മ ശരീരത്തോട് നരകത്തിൽ പോകുമ്പോൾ മൂന്നാമത്തെ ഒരു ശരീരം കിട്ടും. അതിൻ്റെ പേര് യാതനാ ശരീരം. യാതന എന്ന് വെച്ചാൽ വേദന. അതായത് വിരൽ ഒടിക്കും, വിരൽ ഒടിയില്ല. ഒടിച്ചാൽ എന്ത് വേദന ഉണ്ടാകുമോ ആ വേദന അവർ അനുഭവിക്കും. മനസ്സിലായില്ലേ? ഒന്നും പൊട്ടത്തില്ല. അവിടെ സിംഹം കടിച്ചു വലിക്കും, കത്തി കൊണ്ട് കുത്തും, എല്ലാം. ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല. പക്ഷേ സംഭവിച്ചാൽ എന്ത് വേദന ഉണ്ടാകും ആ വേദന നമ്മൾ അനുഭവിക്കും. വല്ലാത്ത, അതുകൊണ്ടാണ് യാതന, പീഡനം. ഇപ്പോൾ ഭൗതിക കോടതിയിൽ ഒരാൾ ഒരു കൊലപാതകം ചെയ്തു തൂക്കിക്കൊന്നു. അയാൾ 12 കൊലപാതകം ചെയ്ത് എത്ര പ്രാവശ്യം തൂക്കിക്കൊല്ലും? 1 പ്രാവശ്യം അല്ലേ? യമന്റെ കോടതിയിലല്ല, 12 തവണ തൂക്കിക്കൊല്ലും. കാരണം ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല, വേദന മാത്രം. അങ്ങനെ അന്ധതാ മിശ്രം, ഇരുണ്ട അറ. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ അന്ധതാ മിശ്രം, തമിശ്രം എന്ന് വെച്ചാൽ അതപ്പതിച്ചത്, ഏറ്റവും താഴെ, ദുർഗന്ധം, വൃത്തിയില്ല, ആ എന്താ നനവ്, ആ സ്ഥലത്ത് കൊണ്ട് ഇരുട്ടിരിക്കും. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ മുതല, പല്ലി, പാറ്റ, പെരിച്ചാഴ് ഇവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ. ഭാഗവതം പറയുന്നു, എങ്ങനെയാണോ അമ്മയുടെ ഗർഭത്തിൽ ആ ജീവനെ പുഴുക്കൾ കടിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ആര് കാണും? പുഴുവൊക്കെ കാണും. അത് 2 കടിയൊക്കെ കടിക്കും. അതേപോലെ ഇതിനകത്ത് പിടിച്ച് തള്ളും. ഇതിനകത്ത് തള്ളിയപ്പോൾ എന്നെ ചുറ്റി ആരുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, ഇരുണ്ടിരിക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്നത് മുതലച്ചേട്ടനായിരിക്കും. അത് 2 കടിയൊക്കെ കഴിയും. അന്ധതാംശം തഥൈവം. എന്തെല്ലാം നമ്മൾ പറഞ്ഞോ. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ കുറേ അമ്മമാര് കുട്ടികളെ വിളിക്കാറുണ്ട് കഴുത, പൂച്ച, തഥൈവ. എന്തെല്ലാം വാക്കുകൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും അവിടെ രൂപം കൊള്ളും. നമ്മൾ ദേഷ്യം വരുമ്പോൾ നിഘണ്ടുവിലില്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞു അത്രയും അവിടെ രൂപം എടുത്തിട്ട് വരും. തഥൈവ, അങ്ങനെ സംഭവിക്കും. നമ്മൾ കഴുത, പൂച്ച, പട്ടി, ചിലപ്പോൾ അതിനേക്കാളും മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്തെല്ലാം പറഞ്ഞോ അത്രയും അവിടെ രൂപമെടുക്കും. തഥൈവ അന്ധതാമിശ്രം തഥൈവം കുംഭീഭാഗം. അവിടെ വേറെ വലിയ എണ്ണച്ചട്ടി വിട്ട് പൊരിക്കും, എല്ലാം പൊരിക്കും. ഗോവിന്ദൻ 65, കൃഷ്ണകുമാർ 65 എല്ലാം ഇട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ 21 മുതൽ 26 നരകങ്ങൾ. ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല. വേദന 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 അനുഭവിച്ച് 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 എല്ലാം തീരുമ്പോ അരിയമൻ പിതൃലോകത്തിൽ പറഞ്ഞുവിടും. അവിടെ അരിയമൻ രാജാവ്, നരകലോകത്തിൽ ധർമ്മരാജൻ, യമരാജനാണ് അവിടെ രാജാവ്. അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പിതൃലോകത്തിലായിരിക്കും. അവിടെ അരിയമൻ രാജാവ് ക്യൂവിൽ നിൽക്കും. അടുത്ത ഒരു ശരീരം ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കും. മനുഷ്യ ശരീരം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ ഞാൻ എൻ്റെ കണക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യ ശരീരം മതി 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 എന്ന് ക്യൂവിൽ നിൽക്കും. ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ അക്ഷമരാകും. ക്യൂവിൽ നിന്ന് അനുഭവം ഉണ്ടോ? ക്യൂവിൽ നിൽക്കുമ്പോൾ കണ്ടാൽ നമ്മുടെ ക്യൂ മാത്രം അനങ്ങൂല, ബാക്കിയുള്ള ഒരു ക്യൂ എല്ലാം ഫ്രണ്ടിൽ പോകും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പം എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ? നമ്മൾ നിൽക്കുന്ന ക്യൂ മാത്രം അനങ്ങൂല, അപ്പുറത്തും ഇപ്പുറത്തുള്ളതെല്ലാം ഫ്രണ്ടിൽ പോകും. ഇനി അഥവാ അവസാനം എത്തി അയാൾ കൗണ്ടറും കൂട്ടിയിട്ട് പോകും. ക്യൂവിൽ നിൽക്കും. എന്തിനാണ്? മനുഷ്യ ശരീരം കിട്ടട്ടെ കിട്ടട്ടെ. അപ്പം നമ്മൾ മക്കളെ നോക്കും. മക്കളും ചെറുമക്കളും. മക്കൾ പിണ്ടം വെക്കുന്നുണ്ടോ? എള്ളും ഇതൊക്കെ വെച്ച് ബാർലിക്ക് എന്ത് പറയും മലയാളത്തിൽ? ബാർലി തന്നെ. ബാർലി, എള്ള് ഇതെല്ലാം വെച്ച് മക്കൾ പിണ്ടം വെച്ചിട്ടുണ്ടോ? സപ്തനദികളിൽ ചെന്ന് സ്നാനം ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മൾ നമ്മളെ മക്കളെയും ചെറുമക്കളെയും നോക്കും. ഈ മക്കളും ചെറുമക്കളും പിണ്ടവും ഇതെല്ലാം കർമ്മങ്ങൾ ചെയ്താൽ
അതിൻ്റെ പുണ്യമായിട്ട് നമുക്ക് ശരീരം കിട്ടും. പക്ഷേ മക്കളെല്ലാം അമേരിക്കയിലും ഓസ്ട്രേലിയയും ഒറ്റ എണ്ണത്തിന് ലീവില്ല, പൂജയില്ല, പുരസ്കാരമില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പുറത്ത് പിതൃശാപമാകും. വീണ്ടും കാത്തിരുന്ന് അനേകം ജന്മം കൃമികീടങ്ങളായി, അനേകം ജന്മം പക്ഷികളായി പറന്നു നടന്നു, അനേകം ജന്മങ്ങൾ മൃഗങ്ങളായി അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ കോടാനുകോടി ജന്മം കഴിഞ്ഞ് ബഹുനാം ജന്മനാം അന്ധേ പിന്നെ ഒരു മനുഷ്യ ശരീരം കിട്ടും. മനുഷ്യ ശരീരം കിട്ടുമ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമ്മൾ കയറും. ഇത് ഇവിടെ ഷൊർണൂറിൻ്റെ അടുത്ത് തിരുമാന്താംകുന്ന് അക്ഷയ തൃതീയയ്ക്ക് ഒരു ഗുഹ തുറക്കുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? തിരുവിൽവാമല ക്ഷേത്രത്തില് അക്ഷയ തൃതീയയ്ക്ക് ഒരു ഗുഹ തുറക്കും, ഒരു കേവ്. ആരെങ്കിലും അതിനകത്ത് കയറിയിട്ടുണ്ടോ? ബുദ്ധിമാന്മാർ ആരും കയറിയിട്ടില്ല. പുനർജനി എന്നാണ് ആ കേവിന്റെ പേര്. ആ ഗുഹയുടെ പേര് പുനർജനി. അതൊരു മഹാസത്യമാണ്. ഇനി പോകുമ്പോ കയറിയില്ലെങ്കിൽ അടുത്ത് നിന്നൊക്കെ കാണണം. അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ശരി, അകത്താരും കയറിയിട്ടില്ല. അക്ഷയ തൃതീയ ദിവസം നമുക്കതിൽ കയറാൻ പറ്റും. അന്ന് അവരത് തുറക്കും. പുനർജനി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ രൂപത്തിലാണ് അത് അവിടെ ഉള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ദൂരമുള്ള, അധികമൊന്നുമില്ല. ഇവിടെ നിന്ന് കഷ്ടിച്ച് മേബി ആ അമ്പലം ചെറിയ ദൂരം, ചെറിയ ഒരു ഗുഹ, വലുതൊന്നല്ല. ആദ്യം നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഒരു 4 ചുവടെടുത്ത് വെച്ച ഉടനെ ഒന്ന് കുനിയണം. ആ സ്ഥലം ചെറുതാണ്. ഇത് വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്നതുകൊണ്ട് ഇരുണ്ടകത്ത് പല്ലിയും പാറ്റയും എല്ലാം കാണും. ഒന്ന് കുനിയണം. വീണ്ടും 4 ചുവടെടുത്ത് വെക്കുമ്പോൾ നല്ലോണം കുനിയണം. പിന്നെയും 4 ചുവടെടുത്ത് വെക്കുമ്പോൾ മുട്ടുകുത്തിയാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ചിന്തിക്കും, അബദ്ധമായോ ഇതിനകത്ത് കയറിയത്, ആവേശം കൊണ്ട് കയറി. ശരിയെന്ന് 2 സ്റ്റെപ്പും കൂടെ പോയാൽ പിന്നെ എഴയണം, നടക്കാൻ പറ്റില്ല, എഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അപ്പം വിചാരിക്കും തിരിച്ചു പോകാൻ വേണ്ട. പക്ഷെ തിരിഞ്ഞ ബാക്കിൽ 100 പേരുണ്ടാവും, പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ പോയേ മതിയാകും. ഇരുണ്ടിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ അതിനകത്ത് എഴയും. മുന്നോട്ട് പല്ലി പാറ്റ അകത്തിരുന്ന് വിളി കേൾക്കണം, ദൈവമേ നാരായണ. ജീവിതത്തിൽ ഇതുപോലെ വിളിച്ചിട്ടുണ്ടാവില്ല. എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ എഴയുമ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ വളയും. മനസ്സിലായോ? എഴഞ്ഞ് ഇങ്ങനെ റിവേഴ്സിൽ എഴയണം. വിചാരിക്കും, എന്ത് മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത്, കുടുംബ അബദ്ധമായോ എന്നൊക്കെ. 2 സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും, നമ്മളെ പിടിച്ച് പുറത്തെടുക്കും. വെളിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നമ്മൾ പുറത്ത് വന്നിട്ട് പറയും എല്ലാവരും കയറും. ഞാൻ അനുഭവിച്ചത് നീ അനുഭവിച്ചു. അന്നത്തെ ദിവസം തിരക്കോട് തിരക്ക. അങ്ങനെയാണ് ഒരു അമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞ് കിടക്കുന്നത്. തലകുത്തന് 5-ാം മാസം വരെ ഉറക്ക അവസ്ഥയിൽ, 6-ാം മാസം തൊട്ട് ബോധം ഉണരുന്നു. അമ്മ മുളക് ബജ്ജി, ഉള്ളിവട, മുളക് ചമ്മന്തി, ചൂട് ചായ, പൊള്ളുന്ന ചൂട് എല്ലാം അടിക്കും. അതെല്ലാം പൊക്കിൾ കൊടിയിൽ കൂടെ ആർക്കാ കിട്ടുന്നത്? കുട്ടിക്ക് കിട്ടും. അകത്തിരുന്ന് പരമാത്മാവിനെ കണ്ടിട്ട് ആ കുഞ്ഞ് പറയും, ദൈവമേ ഇനിയൊരു ജന്മം എനിക്കില്ല, ഇത് അവസാനത്തെ ജന്മം. ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളെ മറക്കത്തില്ല. പുറത്തു വന്നാൽ അങ്ങയുടെ ദാസനാകാം, നാമം ജപിക്കാം. ഇനിയൊരു ജന്മം എനിക്ക് ഭൂമിയിൽ വേണ്ട. സത്യം 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 എന്ന 1000 സത്യം ആ ജീവാത്മാ ഗർഭത്തിനകത്ത് ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ ആ ജീവൻ പുറത്തു വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെളിയിൽ വന്ന ഉടനെ ആലോചിച്ച് നോക്കൂ, കുഞ്ഞും കരഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. പ്രസവിക്കുന്ന അമ്മയും കരച്ചില, മരണവും കരച്ചില. കരച്ചിലിൽ തുടങ്ങി കരച്ചിലിൽ അവസാനിക്കുന്ന ദുരിതമായ ഒരു ജീവിതം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സന്തോഷം അന്വേഷിക്കുന്നുണ്ട്. പുറത്തു വന്നതിന് ശേഷം നാമം ജപിക്കൂ. നാമമോ? ആരുടെ? എന്തിനു? ജപിച്ചാൽ എന്ത് കിട്ടും? തീർന്നു കഥ. വീണ്ടും മരണം, വീണ്ടും യമലോകം. ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതിസുന്ദരമായി നരക വിവരണം ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും വിശദീകരിക്കും.
നാമമല്ലാതെ കലിയുഗത്തിൽ ഒരു ജീവനെയും വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മോളെടുത്ത് വലിയ സ്നേഹമാണ്, അവൾക്ക് പല്ലുവേദനയാണ്, ഒരു പകുതി പല്ലുവേദന എനിക്ക് താന്ന് ചോദിക്കാൻ പറ്റുമോ? എല്ലാവരും അവരവർ അനുഭവിച്ചേ മതിയാവും. ആരെയും പഴി ചൊല്ലാൻ പറ്റില്ല. നല്ല ഒരു സദ്യ കഴിക്കുന്ന സമയത്ത് സ്വന്തം നാവിനെ കടിച്ച അനുഭവം ഉണ്ടോ? എല്ലാവരും കടിച്ചിട്ടുണ്ട്. സ്വന്തം നാവിനെ ആരെ കുറ്റം പറയും? ആരെയും പറയാൻ പറ്റില്ല. ഉണ്ടാതെ അനുഭവിക്കുക അല്ലേ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ